മോളിതൊന്നും കഴിച്ചില്ലേ? ചുവന്നു വിങ്ങിയ കണ്ണുകൾ ഉയർത്തി ആ കുഞ്ഞയാളെ നോക്കി. ഞാനങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു അല്ലേ വർഗീസേട്ടാ? മോളെ. വർഗീസേട്ടൻ അവളെ ചേർത്ത് പിടിച്ചു. അത്രമേൽ വേദന തിന്നെന്ന വണ്ണം അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അവളുടെ ആ കുഞ്ഞുടൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നുമോൾ എന്തൊക്കെയായി പറയുന്നത്? അതിന് മാത്രം എന്താ ഉണ്ടായേ? വർഗീസേട്ടൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാ. എൻ്റെ നശിച്ച ജന്മം. എന്നെ ചികിത്സിച്ച് അച്ഛൻ കടക്കാരനായ ആ വിഷമത്തിലാണ് തൂങ്ങി മരിച്ച. അപ്പയുടെ കടം വീട്ടാനാ വീട് പണയപ്പെടുത്തി. അതുകൊണ്ടാ ചേച്ചി ഇന്നിങ്ങനെ ആയേ. എല്ലാം ഞാൻ കാരണം. മരിക്കാൻ എനിക്ക് പേടിയാ. എന്നെ ഒന്ന് കൊന്നുതരുമോ വർഗീസേട്ടാ? പാറു അയാൾക്ക് നേരെ കൈകൂപ്പി. എൻ്റെ പൊന്നു കുഞ്ഞ്, ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. വർഗീസേട്ടൻ ആ ശോഷിച്ച കൈകളിൽ നെറ്റിമുട്ടിച്ച് തേങ്ങിക്കരഞ്ഞു. വർഗീസേട്ടാ. വിളി കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കലങ്ങിയ കണ്ണുകളും പാറിപ്പറന്ന മുടിയുമായി ശാരദാമ്മ. എനിക്ക് ആ സാറിനെ ഒന്ന് കാണണം വർഗീസേട്ടാ. ഒന്നിവിടെ വരെ വരാൻ പറയുമോ? ശാരദ, അത് ഒരു വട്ടം കണ്ടാൽ മതി. ശാരദാമ്മയുടെ നിർബന്ധം സഹിക്കാനാവാതെ അദ്ദേഹം ശബരിയെ വിളിച്ചു. ശബരി അപ്പോൾ ഹരിയുടെ ക്ലിനിക്കിലായിരുന്നു. വർഗീസേട്ടൻ നടന്നതെല്ലാം പറഞ്ഞു. ഞാൻ വന്നു കണ്ടോളാം, അവൻ മറുപടി കൊടുത്തു. ശബരി വന്നപ്പോൾ നേരം നന്നേ ഇരുട്ടിയിരുന്നു. നിർബന്ധിച്ച് കഴിപ്പിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു പോയി തളർന്നു കിടക്കുകയായിരുന്നു. തനുവിൻ്റെ അടുത്തായിരുന്നു ശാരദാമ്മ. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അവർ എഴുന്നേറ്റു. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവരുടെ മുഖം ചുവന്നു. എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ തുടങ്ങും മുൻപേ കൈ നിവർത്തി ഒരടിയായിരുന്നു. പ്രതീക്ഷിക്കാത്തതായതിനാൽ ശബരി പിന്നോട്ട് വെച്ച് പോയി. നിനക്കൊരു കുഞ്ഞ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉദരത്തി ചുമന്നതിനല്ലോടാ മഹാഭാബി. ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ കരുവാക്കണമായിരുന്നോ? പ്രായത്തിന് മൂത്തുപോയി, അല്ലെങ്കിൽ പെണ്ണുമ്പിള്ളേ നിങ്ങളെ ഞാൻ. തികട്ടി വന്ന കോപമടക്കി ശബരി അവരെ നോക്കി. ഒന്നും അറിയാത്ത പൊടിക്കുഞ്ഞൊന്നും അല്ലല്ലോ നിങ്ങളെ മോള്. എല്ലാം ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവളെ സമ്മതിച്ചത്. അവൻ ചീറി. നീ വലിയ ന്യായം പറയല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെ നിസ്സഹായതയെ ചിലപ്പോൾ സമ്മതിച്ചു പോയെന്നിരിക്കും. നീ ചെയ്തത് ശരിയാണോ? ഒരു ഭാര്യ നിലവിലിരിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ താലി കെട്ടി അവളുടെ കൂടെ 2 ആഴ്ച പുറത്ത് അവളെ ഗർഭിണിയാക്കുക. ഒരു കുഞ്ഞ് മാത്രമാണ് നിൻ്റെ ലക്ഷ്യമെങ്കിൽ അതിനെന്തെല്ലാം വഴികളുണ്ട്. ഇത്രയും വൃത്തികെട്ടനായിരുന്നു നീ. ഛേ! ശാരദ മാട്ടി. അപ്പോഴേക്കും ബഹളം കേട്ട് തന്മയി ഇറങ്ങി വന്നു. അമ്മേ, വേണ്ടമ്മേ. അവൾ അവരെ വട്ടം പിടിച്ചു. സാറിന് ഇതിൻ്റെ ഒന്നും ദണ്ണം മനസ്സിലാവില്ല. സാറൊക്കെ പുതിയ തലമുറ ജീവിക്കുന്ന ആൾക്കാരാ. നിങ്ങൾക്കിതൊക്കെ തമാശയായിരിക്കും. 9 മാസത്തെ കരാറല്ലേ നിങ്ങൾ തമ്മിൽ. അത് കഴിഞ്ഞ് ഇവളെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആർക്കെങ്കിലും ഇവളെ കൊടുക്കാനാവോ? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇവളെ സ്വീകരിക്കുമോ? ഒന്നുമില്ല. പിന്നെ ഞാൻ ഇവളെ എന്ത് ചെയ്യണം? കൊന്നു കൊഴിച്ചു മൂടണോ? അതോ വല്ല പൊട്ടക്കെട്ടിലും താഴ്ത്തണോ? സാറ് തന്നെ പറ. വാക്കുകളുടെ പ്രക്ഷോഭം മൂലം അവർ കിതച്ചുകൊണ്ട് തനുവിൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞതും ബാലൻസ് കിട്ടാതെ അവൾ വീഴാൻ പോയി. ശബരി പെട്ടെന്ന് അവളെ താങ്ങി. തൊട്ടുപോകരുത് അവളെ. ശാരദാമ്മ അവൻ്റെ കൈ തട്ടി മാറ്റി. നിനക്ക് വേണ്ടത് നിൻ്റെ കുഞ്ഞിനല്ലേ? അതിന് 9 മാസം കഴിഞ്ഞ് ഞാനങ്ങ് തന്നിരിക്കും. നിന്നെപ്പോലൊരു വിഷജന്തുവിൻ്റെ വിത്തിനെ ഞങ്ങൾക്ക് വേണ്ട. അതിനിടെ എൻ്റെ മോളെ കാണാനോ തൊടാനോ മിണ്ടാനോ വന്ന ചൂലെടുക്കും, ഞാൻ പറഞ്ഞേക്കാം. ശാരദാമ്മയുടെ വാക്കുകളുടെ മൂർച്ച കണ്ട് ശബരി തറഞ്ഞു നിന്നു. അമ്മേ! തനു അസഹ്യതയിൽ വിളിച്ചു. നീ വാ. തനുവിനെയും കൊണ്ട് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവർ വാതിൽ ശബ്ദത്തോടെ വലിച്ചടച്ചു. അമ്മേ, ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നമ്മേ. തനു പിടച്ചിലോടെ അവരെ നോക്കി. പിന്നെ എന്ത് വേണം ഞാൻ? നാളെ അവൻ നിൻ്റെ കൊച്ചിനെയും കൊണ്ടങ്ങ് പോവും. കെട്ടിയ താലിയുടെ പേരും പറഞ്ഞ് അവൻ നിന്നെ കൂടെ കൂട്ടുമോ? ഇല്ലല്ലോ. എന്നും വന്ന് നിനക്ക് കൂട്ടിരുന്നാൽ നിനക്ക് അവനെ മറക്കാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിതിൻ്റെ ഇരട്ടി വിഷമിക്കേണ്ടി വരും. അത് കാണാതിരിക്കാനാണ് ഞാനീ പറഞ്ഞത്. നല്ലതിനു വേണ്ടിയാണ്. കാലചക്രം പിന്നെയും തിരിഞ്ഞുകൊണ്ടിരുന്നു. പുതിയ ജീവിതശൈലിയുമായി എല്ലാവരും പൊരുത്തപ്പെട്ടു തുടങ്ങി. ശബരി പിന്നീട് ഒരിക്കൽ പോലും തനുവിനെ കാണാൻ വന്നില്ല. എന്നാൽ അവരുടെ നിഴല് പോലെ വർഗീസേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ശബരിയുടെ അമ്മ ഇടയ്ക്കിടെ തനുവിനെ അന്വേഷിക്കും. കടം കയറി വീട് വിറ്റുപോയെന്ന് അവരോട് അവൻ കള്ളം പറഞ്ഞു. അവർ ഇടയ്ക്കിടെ അവളെ ഓർത്ത് പരിതപിച്ചു. വൈദേഹി അവളുടെ കുഞ്ഞിനെയും കാത്തിരിപ്പാണ്. ഇടയ്ക്ക് അവൾ സതിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഹരി അത് നിരുത്സാഹപ്പെടുത്തി. സ്കാനിങ്ങിനും ടെസ്റ്റുകൾക്കും മാത്രമാണ് തനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത്. എല്ലാ മാസവും വർഗീസേട്ടൻ ഹരിയെ കൂട്ടിക്കൊണ്ടുവരും, അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രോഗ്രസ് നോക്കാൻ. ഹരിക്ക് എപ്പോഴും അവളൊരു നോവാണ്.
അവളുടെ വീർത്ത വയറും നീര് നിറഞ്ഞ ദേഹവും കാണുമ്പോൾ അവന് പിന്നെയും ശബരിയോട് വെറുപ്പ് കുമിഞ്ഞുകൂടും. ആ കണ്ണുകളിലെ ദീനതയും ആ കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥയും കാണുമ്പോൾ അവൻ ആരോടൊക്കെയോ ദേഷ്യം തോന്നും. തനുവിനിപ്പോൾ 9 തുടങ്ങി. ബോഡി നല്ല വീക്കായതുകൊണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന് ഹരി ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തി. മനസ്സിനും ശരീരത്തിനും ബലമില്ലാത്ത പെൺകുട്ടി. ഹരിക്ക് അവളുടെ കാര്യത്തിൽ വല്ലാത്ത ആശങ്ക തോന്നി. അന്ന് പകൽ മുതൽ പതിവിലും തളർച്ചയായിരുന്നു തനുവിന്. രാവിലെ 1-2 വട്ടം ഛർദ്ദിച്ചു. ഹരിയെ വിളിക്കാമെന്നും ഹോസ്പിറ്റലിൽ പോവാമെന്നും വർഗീസേട്ടൻ പറഞ്ഞുവെങ്കിലും തനു അനുസരിച്ചില്ല. വൈകിട്ട് പോവാനിറങ്ങിയപ്പോൾ അയാൾ ആശങ്കയോടെ ശാരദാമ്മയെ നോക്കി. എന്തുണ്ടെങ്കിലും വിളിക്കാൻ മറക്കല്ലേ. രാത്രി തനു നേരത്തെ കിടന്നു. ഒരു മുറിയിൽ 2 കട്ടിലിട്ടാണ് എല്ലാവരും കിടന്നത്. ഇടയ്ക്കെപ്പോഴോ ഉറക്കം ഞെട്ടിയപ്പോൾ താൻ ഏതോ വെള്ളക്കെട്ടിലാണെന്ന് തോന്നി തനുവിന്. ശരീരം മുഴുവൻ നനവ്. കൈവച്ച് വെറുതെ പരതിയപ്പോൾ വഴുവഴുപ്പ്, രക്തത്തിൻ്റെ രൂക്ഷഗന്ധവും. ആയാസപ്പെട്ട് എഴുന്നേറ്റിരുന്ന് അമ്മയെ വിളിച്ചു. ശാരദാമ്മ ഞെട്ടി എഴുന്നേറ്റ് ലൈറ്റിട്ടു. മുന്നിൽ കണ്ട കാഴ്ച അവരെ തളർത്തി. അരയ്ക്ക് കീഴ്പോട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് തനു. പാറു അത് കണ്ടതും പേടിച്ചു കരയാൻ തുടങ്ങി. രക്തം കണ്ടതും തനുവിലും ഭയം തോന്നി. ശാരദാമ്മ സമനില വീണ്ടെടുത്ത് വർഗീസേട്ടനെ ഫോൺ ചെയ്തു. ഒറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. വിവരമറിഞ്ഞ് അയാൾ ഓടിപ്പാഞ്ഞു വരുമ്പോഴേക്കും ശാരദാമ്മ തനുവിനെ വൃത്തിയാക്കിയെടുത്തിരുന്നു. വർഗീസേട്ടൻ വരും വഴി ഹരിയെ വിളിച്ചിരുന്നു. പാറുവിനെയും കൂടെ കൂട്ടണമെന്നും ഒട്ടും പേടിക്കണ്ട, അവരവിടെ എത്തുമ്പോഴേക്കും താൻ അവിടെ എത്തിക്കോളാമെന്നും ഹരി ഉറപ്പു നൽകി. മിടിക്കുന്ന ഹൃദയത്തോടെ വണ്ടിയിലിരിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥനാഭരിതമായിരുന്നു. ഹരി ഹോസ്പിറ്റലിൽ വിളിച്ച് റൂം ബുക്ക് ചെയ്തിരുന്നു. ശബരിയെ വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. ഹരി കാഷ്വാലിറ്റിക്ക് അരികിൽ തന്നെ നിൽപ്പുണ്ട്. വർഗീസേട്ടൻ്റെ കൈ പിടിച്ച് തനു നടന്നു വരുന്നത് കണ്ടതും അവൻ പുഞ്ചിരിയോടെ അരികിൽ ചെന്നു. പേടിയുണ്ടോ? അവൻ അവളുടെ മൂർധാവിൽ തഴുകി. അവൾ വിളറിയ മുഖത്തോടെ പുഞ്ചിരിച്ചു. ഞാൻ ഡെലിവറി എടുക്കാറില്ല. ലേഡി ഡോക്ടർ ഇപ്പോൾ വരും. ഞാനിവിടെ പുറത്ത് തന്നെ ഉണ്ടാവും. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് വയ്ക്കും. ലേബർ റൂമിലേക്ക് അവളെ കയറ്റിവിടുമ്പോൾ അവൻ പറഞ്ഞു. അതിനുള്ളിൽ കയറിയപ്പോൾ ഒരു ശീതക്കാറ്റ് തന്നെ പൊതിയുന്നത് പോലെ തോന്നി തനുവിന്. അച്ഛേ. അവൾ കണ്ണടച്ചു പിടിച്ച്. കൂടെ ഉണ്ടാവണേ. തനു വിറയ്ക്കുന്ന കാലടികളോടെ മുന്നോട്ട് നടന്നു. 2 സൈഡിലായിട്ട കട്ടിലിൽ കുറച്ചുപേർ കിടപ്പുണ്ട്. അവരിൽ ചിലർ ഞെരങ്ങുകയും മൂളുകയും ചെയ്യുന്നു. ഒരു സ്ത്രീ നടുവിന് കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവരും കരയുന്നുണ്ട്. തനുവിന് പേടി തോന്നി. ഒരു സിസ്റ്റർ വന്ന് ടേബിൾ കാണിച്ചു തന്നു. ഇതിൽ കയറി കിടക്ക്, ഡോക്ടർ ഇപ്പോൾ വരും. അല്പസമയത്തിനുള്ളിൽ ഡോക്ടർ വന്നു. ഫ്ലൂയിഡ് പോയതാണോ ചോദിച്ചുകൊണ്ട് അവർ അകത്തേക്ക് വന്നു. അല്ല ഡോക്ടർ, ബ്ലീഡിംഗ് ആണ്. അവിടെ നിന്നിരുന്ന നേഴ്സ് പറഞ്ഞു. കാല് കുത്തനെ വെച്ചേ മോളെ, നോക്കട്ടെ. കയ്യിൽ ഗ്ലൗസ് ഇട്ടുകൊണ്ട് അവർ അകത്തേക്ക് വന്നു. ഒന്നുകൂടെ അകത്തി വെച്ചേ, വേദന വല്ലതും തോന്നുന്നുണ്ടോ? ചോദ്യത്തോടൊപ്പം അവരവരുടെ കൈ ഒന്നിളക്കി. പ്രാണൻ പറഞ്ഞു പോകുന്ന പോലെ തോന്നി തനുവിന്. അമ്മേ! അവൾ അലറിക്കരഞ്ഞു. ഒന്നുമില്ല, പേടിക്കണ്ട, എഴുന്നേറ്റോളൂ. ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചു. പുറത്തേക്കിറങ്ങി വെളിയിൽ കാത്തു നിൽക്കുന്ന ഹരിയുടെ നേർക്ക് നടന്നു. യൂട്രസ് ഒട്ടും തുറന്നിട്ടില്ല. കുട്ടിയെ കുറച്ച് നടത്തേക്ക്, രാവിലെ മരുന്ന് വെച്ച് നോക്കാം. ഇട്ടിരുന്ന നൈറ്റി മാറ്റി ലുങ്കിയും ബ്ലൗസും ധരിപ്പിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങാതെ കോറിഡോറിലെ ചുവരും പിടിച്ച് വീർത്ത വയറും താങ്ങി അവൾ നടക്കുമ്പോൾ ഹരിക്ക് വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. ഈ സമയം ശീതീകരിച്ച AC മുറിയിൽ വൈദേഹിയെ ദേഹത്തോട് ചേർത്ത് ശബരി നല്ല ഉറക്കമായിരുന്നു. സ്വസ്ഥമായ ഉറക്കം.